എല്ലാ തിന്മകളുടെയും മാതാവായ കള്ളിനെ, മദ്യത്തെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ലഹരി വസ്തുക്കളെയും പൂർണ്ണമായും വർജിക്കാൻ ഇന്നത്തെ ഒരു ദിവസം നാം പൂർണ്ണമായും പ്രതിജ്ഞയെടുക്കുക. കേരളത്തിൻ്റെ പല ഭാഗത്തും മോശമായ വാർത്തകൾ, ലഹരിയുമായി ബന്ധപ്പെട്ട അനവധി വാർത്തകൾ നാം കേൾക്കുകയാണ്. ആ സമയത്ത് ഇതുപോലെയുള്ള ഒരു പ്രതിജ്ഞയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ തുടക്കവും കൂടി ഇന്നിവിടെ കുറിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി സർക്കാർ തലങ്ങളിലും സാമൂഹ്യ രാഷ്ട്രീയ മതസംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യമാകെ ഈ ലഹരി കൊണ്ട് വലിയ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ അറിയാതെ പല ചെറുപ്പക്കാരികളും ഇതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ ആപത്താണ്, വലിയ വിപത്താണ്. ഇതിനെ തടയാൻ എല്ലാ വിഭാഗം ആളുകളും, മനുഷ്യർ ഒന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ മക്കൾ, ഭാവി തലമുറ ഇതുകൊണ്ട് നശിക്കും, രാജ്യം നശിക്കും എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ എല്ലാം മറന്നുകൊണ്ട് നമുക്കൊന്നിച്ച് നിൽക്കാം. അവിടെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യ മക്കൾ എല്ലാവരും, മനുഷ്യ സമൂഹത്തിൻ്റെ ഭാവിയുടെ നിലനിൽപ്പിനെ ഓർത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ പോരാട്ടത്തിൽ അണിചേരണം. സർക്കാർ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയും പ്രവർത്തനവും ഉണ്ടാകണം എന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ SKSFൻ്റെ യൂണിറ്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ മഹലിലും ഈ പ്രതിജ്ഞയ്ക്ക് നടത്താൻ നേതൃത്വം കൊടുത്തതിൽ അവരെ മുക്താണ്ട് പ്രശംസിക്കുകയും അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും. ലഹരി സർവ്വതിന്മകളുടെയും താക്കോലാണ്. നൈമിഷികമായ ആസ്വാദനത്തിനു വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ മരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്നും നാം തിരിച്ചറിയുന്നു. അരാജകത്വവും അക്രമവും ഉണ്ടാക്കുന്ന ആശയങ്ങളോടും മനോഭാവത്തോടും ഞാൻ ഒരിക്കലും രാജിയാകില്ല. എൻ്റെ ആരോഗ്യവും കുടുംബം, സമൂഹം എന്നിവയും സംരക്ഷിക്കുന്നതിനായി ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഞാൻ മാറിയിരിക്കും. അരാജകത്വവാദത്തെയും ലഹരിയെയും പ്രതിരോധിക്കുന്നതിൽ ഞാൻ സജീവമായി പങ്കാളിയാണ്. അതിന് മറ്റുള്ളവരെയും പ്രേരിപ്പിക്കും. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു സമൂഹം പുനർനിർമ്മിക്കാൻ ഞാൻ മുഴുവൻ മനസ്സോടെ പരിശ്രമിക്കുകയും ചെയ്യും. ഈ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുസ്ലിം എന്ന ഐഡന്റിറ്റിക്ക് ഒരു ആൾക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതിജ്ഞ റബ്ബനെ മുൻനിർത്തിയിട്ട് ഞാനത് ഉപയോഗിക്കില്ല എന്നെല്ലാവരും മനസ്സിൽ കരുതി കണ്ണെഴുതിയിട്ട് പടച്ചോനെ മുൻനിർത്തിയിട്ട് നമ്മൾ തൊടുക പോലും ജീവിതത്തിൽ മരണം വരെ തൊടൂല എന്ന് അള്ളാഹനെ മുൻനിർത്തിയിട്ട് എല്ലാം എല്ലാവരും ഉണ്ടായിട്ട് പറയല്ല, മൊത്തത്തിൽ പറയാണ്. ചെറിയ തെറ്റിദ്ധാരണ ഉള്ളതെന്ന് വെച്ചാൽ ഇത് കൂടുതൽ അളവേ തെറ്റുള്ളൂ. ഗവൺമെൻറ് നിയമം അങ്ങനെ ചെറിയ തോതിൽ തെറ്റില്ല, ചെറിയ അളവിൽ ബ്രാൻഡി തെറ്റില്ല, ചെറിയ അളവിൽ കഞ്ചാവ് തെറ്റില്ല, ഇന്ത്യ പുഷ്പലാമിൽ തെറ്റില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരി വലിയ നിർവൃതിയാണ് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുക. മറ്റെല്ലാ സമയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു അടുപ്പം, അത് ഓതി തീർത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതി, യഥാർത്ഥത്തിൽ അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സുഖം നമ്മൾ അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്.
റമദാൻ എല്ലാം പൂർത്തിയാക്കി ശവ്വാലിന്റെ മാസപ്പിറവി ഉറപ്പിച്ച് ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു ആസ്വാദനം കഴിഞ്ഞൊരു മാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതിയും ആത്മസംതൃപ്തിയും ആത്മനിർവൃതിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മാനസികാവസ്ഥയാണ് വിശ്വാസികൾക്കുണ്ടാവുക. കർമ്മങ്ങളുടെ നൈരന്തര്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധ്യമാവേണ്ടതുണ്ട്. ഈ ഒരു മാസക്കാലം നമ്മൾ പള്ളികളിൽ നമസ്കാരങ്ങളിൽ വളരെ ചിട്ടയോടുകൂടി അനുവർത്തിച്ചു പോന്നിരുന്നു. സ്വതക്ക സക്കാത്ത് കാര്യങ്ങൾ നമ്മൾ വളരെയധികം താല്പര്യപൂർവ്വം അത് നിർവഹിച്ചു പോന്നിരുന്നു. തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലും അത് മാറ്റം വരുത്തേണ്ടതുണ്ട്. മാറ്റം വരുത്താൻ പര്യാപ്തമായിരിക്കണം നമ്മുടെ കഴിഞ്ഞ റമദാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടുന്ന ഒരുപാട് ഹറാമുകളും നിഷിദ്ധങ്ങളും കൊള്ളരുതായ്മകളും നമ്മുടെ ജീവിതത്തിലേക്കുണ്ട്. അതിനോടും രാജിയാവാൻ, അതിന് നോ പറയാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതല്ല എങ്കിൽ നമ്മുടെ റമദാൻ ഫലവത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണ്ടി വരും നമുക്ക് മനസ്സിലാക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ലമ്മദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തുആമഹു വശറാബഹു. നിന്നെ പട്ടിണിക്കിടാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. നിന്റെ വാക്കോ നിന്റെ കള്ളമോ നിന്റെ പ്രവൃത്തിയോ മാറ്റം വരുത്താത്തിടത്തോളം കാലം നീ പട്ടിണി കിടക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു നിർബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കർമ്മങ്ങളുടെ നൈരന്തര്യം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ നമ്മുടെ പുഷ്പമാകുന്ന ഈ പരിശുദ്ധ റമദാനിനെ യാത്രയാക്കിയിട്ട് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് നാം വിശേഷിപ്പിച്ച ആ പുണ്യങ്ങളുടെ പൂക്കാലം, ആ പൂവിന് നമുക്ക് കരിഞ്ഞുണങ്ങി വാടിക്കരിഞ്ഞുണങ്ങുന്നതിന് പകരം അതിന്റെ കായ്കളും വിത്തുകളും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റടികൾ വരുത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ നമ്മുടെ റമദാൻ വൃഥാവിലാണ്, ഫലശൂന്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ. നമുക്ക് പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ രാജ്യം മുമ്പോട്ട് പോയാൽ വരുന്ന തലമുറ മാതാപിതാക്കൾ മുഴുവനും അടുത്തകർത്തി കൊല്ലുന്ന